നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാവിലെയും വൈകിട്ടും ശുദ്ധവായു ശ്വസിച്ച് അല്പനേരം നടക്കുക. ഇത് മതി ആരോഗ്യത്തോടെ ജീവിക്കാൻ. ഓ, എന്നാ പിന്നെ മരുന്ന് കമ്പനികളൊക്കെ അടച്ചു പൂട്ടാലോ. ആശുപത്രിയുടെ ഫാർമസി വഴി ഇനി മുതൽ പാവലിന്റെയും പടവലത്തിന്റെയും തൈ നൽകാം. എന്നുവെച്ചാ മരുന്ന് എഴുതുന്ന ഡോക്ടർമാരെല്ലാം മണ്ടന്മാരാണല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല. രോഗികൾക്ക് വയറ് നിറയെ മരുന്ന് നൽകുന്നവനാണ് മിടുക്കനായ ഡോക്ടർ എന്ന കാഴ്ചപ്പാടാണ് തെറ്റ്. നിർഭാഗ്യവശാൽ നമ്മുടെ കുറെ ഡോക്ടർമാരും രോഗികളും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. ഏറ്റവും കുറച്ച് മരുന്ന് നൽകി രോഗികളെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ഡോക്ടർ. അല്ലാതെ ഡോക്ടർമാരുടെ പ്രതിമാസ ടാർഗറ്റ് തേക്കാനുള്ള ടൂളുകളല്ല രോഗികൾ. നീ പരിഹസിക്കൊന്നും വേണ്ട. നിരഞ്ജൻ പറഞ്ഞ അതിന്റെ ശരി. രോഗികൾക്ക് മരുന്ന് കൊടുക്കാനല്ല ഡോക്ടർമാർ, മറിച്ച് രോഗമില്ലാത്ത ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ്. ഞാൻ കണ്ടു, ഇങ്ങോട്ട് കയറി പോരെ. അപ്പച്ചി എന്താ സാറ്റ് കളിക്കാണോ? അവളുടെ ജീവിതം തന്നെ ഒരു ഒളിച്ചുകളിയാണല്ലോ മോളെ, ഹൈഡ് ആൻഡ് സീക്ക്. എന്റെ മാത്രമല്ല, മറ്റു പലരുടെ. നീ ആദ്യം ഇപ്പൊ വന്ന കാര്യം പറയൂ. ഞാൻ ഇന്നൊരു വക്കീലിനെ കണ്ടു. ആഹാ, നല്ല കാര്യമാണല്ലോ. ഇത്രയും കാലത്തിനിടയിൽ നീ ആദ്യമായിട്ടാണ് ഒരു വക്കീലിനെ നേരിട്ട് കാണുന്നത്. നിനക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ വഞ്ചൂർ കോടതിയുടെ മുന്നിൽ പോയി നിന്നിരുന്നെങ്കിൽ 100 കണക്കിന് വക്കീലന്മാരെ നിനക്ക് കാണാമായിരുന്നല്ലോ. പരിഹസിച്ചങ്ങനെ മോളുടെ മരുമോന്റെ മുമ്പില് മിടുക്കനാവണ്ട. ഞാൻ വക്കീലിനെ കണ്ടതേ എന്റെ ആവശ്യത്തിന്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു ക്രിമിനലോ? അല്ലല്ല, ക്രിമിനൽ വക്കീല്. സിവിലും അരച്ച് കലക്കി കുടിച്ച ആളാ. ക്രിമിനൽ ലോയറിനെ കാണാൻ നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. പക്ഷേ വേണമെങ്കിൽ കൊല്ലും. അതിന് മൂട്ടയെ കൊന്നാൽ കേസില്ലല്ലോ കാഞ്ചനെ. കൊല്ലുന്നത് മൂട്ടയാണോ മുട്ടനാടിനെ ആണോന്ന് വഴിയറിയാം. എന്റെ സ്വത്തിന്റെ കാര്യത്തിനാ ഞാൻ വക്കീലിനെ കണ്ടത്. എന്നിട്ട് വക്കീല് തരാന്ന് പറഞ്ഞോ? വക്കീല് വാങ്ങിത്തരും. ശരി, നീ ഒരു പെട്ടി ഓട്ടോയും വിളിച്ച് ആ വക്കീലിനെയും കൂട്ടിക്കൊണ്ടുപോവാ. സ്വത്തുകൊണ്ട് പോണ്ടേ? പെട്ടിയോട്ടയാണോ ഗുഡ്സ് ട്രെയിൻ ആണോ കൊണ്ടുവരുന്നേന്ന് നമുക്ക് കാണാം. നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് ചെയ്ത് കാണിച്ചാ മതി. തൽക്കാലം ചെന്നാട്ടെ. അപ്പച്ചി തവണ രണ്ടും കൽപ്പിച്ചാണല്ലോ. അവള് 4 കൽപ്പിച്ച് നിൽക്കട്ടെ, നമുക്കെന്താ? എന്നാലും പറഞ്ഞിട്ട് പോയത് ഒരു വീൺവാക്കല്ല സർ. അപ്പച്ചി ആരെങ്കിലും ഉണ്ടെന്നേ ഉള്ളൂ. കർട്ടന് പിന്നിൽ കളിക്കുന്നത് മറ്റാരോ ആണ്. ബീച്ചിന്ന് തിരിച്ചു പോരാൻ ശ്രുതിമോൾക്ക് ഒരു ഇഷ്ടമില്ലായിരുന്നു. കടൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ. കണ്ടാലും കണ്ടാലും കൊതി തീരില്ല. അതങ്ങനെ മോളെ, കണ്ടാലും കണ്ടാലും മതി വരാത്ത 3 കാര്യങ്ങളെ ഈ ലോകത്ത്. അതേതൊക്കെ സമയങ്ങളെ? കടൽ, തീവണ്ടി, പിന്നെ ആന. ആന എനിക്ക് പേടിയാ, അത് കുത്തും. സ്വാമി, കാറൊന്ന് നിർത്തിയേ. എന്താ മാഡം? ഞാൻ ആ ATM-ലൊന്ന് കയറിയിട്ട് വരാം. അയ്യോ, ഞാൻ കുറച്ച് മുമ്പോട്ട് പോകുന്നല്ലോ. ഞാൻ റിവേഴ്സ് എടുക്കാം മാഡം. വേണ്ട സ്വാമി, ഞാൻ പോയിട്ട് വരാം.
മോളിവിടെ ഇരിക്കെ. ഇപ്പൊ വരാട്ടോ. മോളെ സാമ്യങ്ങളൊരു ഫോൺ ചെയ്യട്ടെ. മോൾ ഇതിനകത്തേറ്റ് നോട്ടാ. ആ സുനിത, എവിടെയാണ് മാഡം? ആ ഞാൻ പുറത്താണ് സുനിത. ശ്രുതിമോളുമായിട്ടൊരു ഔട്ടിങ്. വീട്ടിൽ ചെന്നിട്ട് വിളിക്കും. ശ്രുതിമോളെ, അയ്യോ മോളെ, സ്വാമി മോളെവിടെ? മോളെ കാണുന്നില്ല. മോളെവിടെ? അയ്യോ ശ്രുതിമോളെ, മോളെ എവിടെ പോയി മോള്? മോളിവിടെ ഉണ്ടായിരുന്നു. ഈശ്വരാ, ശ്രുതിമോളെ, മോളെ ശ്രുതിമോളെ, മോളെ സ്വാമി, മോളെ. സ്വാമി എന്താ കുഞ്ഞിനെ ശ്രദ്ധിക്കാഞ്ഞ്? മോളെ, അയ്യോ ഞാൻ നിരഞ്ജൻ സാർ ഏയ്, പോലീസിനെ വിളിക്ക്. വിളിക്കാം. മോളെ, ശ്രുതിമോളെ, ശ്രുതിമോളെ. അയ്യോ മോളെ ശ്രുതി, മോളെ, മോളെ, ഒരു കുട്ടീനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. ശ്രുതിമോളെ. ശ്രുതിമോളെ. ഈശ്വരാ. അമ്മ വാ ഇങ്ങോട്ട്. ഏയ് എന്താ ബേബി, പേടിച്ചു പോയോ? ഡോണ്ട് പാനിക്, ബി കൂൾ. ശ്രുതിമോൾ ഇവിടെ ഒറ്റയ്ക്ക് കാറിയിരിക്കുന്ന കണ്ടു. കുറച്ച് സീറ്റ്സ് വാങ്ങിക്കൊടുക്കാൻ കരുതി കൂട്ടിക്കൊണ്ടു പോയതാ. ഇവനെന്താ ഇവിടെ? പിന്നെ കുറച്ചു സമയം മോളോട് മിണ്ടി പറഞ്ഞിരിക്കാനെന്ന് തോന്നി. ബട്ട് നിന്റെ ഈ ടെൻഷനും വിപ്രാളവും ഒക്കെ കണ്ടപ്പോ ഒരല്പം സഹതാപം, സോറി സങ്കടം തോന്നി. അതാ തിരിച്ചുകൊണ്ടുവന്നത്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ശ്രുതിമോളെ കാർന്ന് കൂട്ടിക്കൊണ്ടുപോയി? അല്ല, ആരത്? സ്വാമിയോ? എന്തൊക്കെയുണ്ട് സ്വാമി വിശേഷങ്ങൾ?